മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരുപക്ഷെ ഭാരതത്തിൽ മാത്രം ആത്മീയതയിലെ സ്ത്രീ പുരുഷ സമത്വമാണുള്ളത്. നിങ്ങൾ ബൈബിള് മുഴുവനും വായിച്ചു നോക്കാം. അവിടെ യഹോവ എന്നൊരു പരമമായ ദൈവം, ഖുറാനിലെ അല്ലാഹു എന്ന ദൈവം, സാങ്കല്പികമായിരിക്കാം, ഏതായാലും അതുപോലൊരു വ്യക്തിത്വം മനുഷ്യരൂപത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ചു എന്നൊരു വരി ബൈബിളിലുണ്ട്. അത് ഒരു മിനിറ്റ് ചിന്തിച്ചാൽ ശുദ്ധബദ്ധാണെന്ന് മനസ്സിലാവും. ഒരു മിനിറ്റ് ചിന്തിച്ചാൽ മതി, അതിൽ കൂടുതൽ ചിന്തിക്കേണ്ട. കാരണം ഞാൻ എൻ്റെ രൂപത്തിൽ ഒരു പ്രതിമയുണ്ടാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പൂർവികരുടെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രൂപത്തിൽ അവരുടെ പ്രതിമ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വ്യക്തിയുടെ രൂപത്തില്, മഹാത്മാഗാന്ധിയുടെ രൂപത്തില് ഏതാണ്ട് മഹാത്മാഗാന്ധിയുടെ പൊക്കം, ചെസ്റ്റ് അളവ്, ഭാരം അങ്ങനെ വേണമെന്നില്ല, ലുക്ക്, കയ്യ് കാലിൻ്റെ നീളമെല്ലാം മഹാത്മാഗാന്ധിയുടെ മെഷർമെന്റിന് തുല്യമായിട്ടുള്ള പ്രതിമ ഉണ്ടാക്കി. ഇപ്പൊ ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൊക്കം എത്രയാ? 165 അല്ലെങ്കിൽ 170 സെന്റിമീറ്റർ. പിന്നെ ചെസ്റ്റ് അളവ് എത്രയായിരിക്കും? മനുഷ്യന്റെ എത്രയാണോ അത്രയും. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു ദൈവത്തിന് എല്ലായിടത്തും എത്താൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ അബദ്ധം അതാണ്. ഏറ്റവും വലിയൊരു അബദ്ധവും അത് തന്നെയാണ്. മനുഷ്യന്റെ രൂപത്തിൽ ഒരു ദൈവത്തിനെ, അതും പുരുഷ ദൈവത്തിനെ, ഒരുപക്ഷെ പുരുഷ ദൈവമാവാൻ കാരണം എന്തായിരിക്കും? എഴുതിയവര് പുരുഷ മേധാവിത്വത്തില് അടിയുറച്ച് വിശ്വസിച്ചവരായിരുന്നു. ദൈവം ആദത്തിനെ ആദ്യം ഉണ്ടാക്കി, പിന്നെ അതിന്റെ വാരിയലിൽ ഉപയോഗിച്ചിട്ട്, അപ്പൊ സബ്സിഡിയറിയാണ്. ആദത്തിന്റെ അത്രയും പ്രാധാന്യം സ്ത്രീക്ക് ഇല്ല. പക്ഷെ ബുദ്ധമതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ബുദ്ധൻ പുരുഷനായിരുന്നുവെങ്കിൽ ബുദ്ധനെ തന്നെ ബുദ്ധ മാതാവായിട്ട് കാണുന്നുണ്ട്. ചൈനയിൽ മുഴുവനും അമ്മയായ ബുദ്ധനാണ്. ബുദ്ധന്റെ സ്ത്രീ വേഷം ധരിച്ച അമ്മയായിട്ടാണ്. ഒരാളിൽ 2 കാണുന്നു. ഭാരതത്തിൽ അങ്ങനെയല്ല. ഏറ്റവും മുകളിലുള്ള ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യം, പരബ്രഹ്മ ചൈതന്യമാണ്. അതിന് ശരിക്കും സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല. എന്നാലും പുരുഷ ചൈതന്യം കൂടുന്നതാണ് വിവരണം. പരമാത്മ ചൈതന്യം പരബ്രഹ്മ ചൈതന്യത്തിന് തത്തുല്യമായിട്ടുള്ള സ്ത്രീ ചൈതന്യമുണ്ട്. മഹാമായാ സങ്കല്പം പരബ്രഹ്മ സങ്കല്പത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള സ്ത്രീ ഭാഗമാണ് മഹാമായാ സങ്കല്പം. അതിൻ്റെ തൊട്ട് താഴെയാണ് പ്രപഞ്ച പുരുഷ ചൈതന്യം. അത് പുരുഷ ചൈതന്യമാണ്. അതിനോട് ചേർന്ന സ്ത്രീ സങ്കല്പമുണ്ട്, പ്രകൃതി ദേവി സങ്കല്പം. ഒരു തരത്തില് ഫെമിനിൻ ജെൻഡറും മാസ്കുലിൻ ജെൻഡറും ഒരുമിച്ച് മാത്രമേ ഭാരതീയ ആത്മീയതയിൽ നിലനിന്നിട്ടുള്ളൂ. അപ്പൊ പ്രപഞ്ച പുരുഷ സങ്കല്പത്തിനോട് ചേർന്ന് പ്രകൃതി ദേവി സങ്കല്പം, പ്രപഞ്ച പുരുഷ പ്രകൃതി ദേവി സമന്വയം, ഒരുമിച്ചുള്ള ചേരൽ എന്നാ പറയുക. അതിൻ്റെ മുകളിൽ പരബ്രഹ്മ സങ്കല്പം, മഹാമായ സങ്കല്പം. മഹാമായ സ്ത്രൈണഭാവം, പരബ്രഹ്മം പുരുഷഭാവം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്ന് ഇറങ്ങി വിചാരിക്കുക. പ്രപഞ്ച പുരുഷ സങ്കല്പം പ്രകൃതി ദേവി സങ്കല്പത്തിന് താഴെ ത്രിമൂർത്തി സങ്കല്പം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്. സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി മഹാവിഷ്ണു, സംഹാരം ശിവൻ. അങ്ങനെ 3 പുരുഷ സങ്കല്പ ത്രിമൂർത്തി സങ്കല്പ ദേവതകൾ മാത്രമല്ല, അവരോട് ചേർന്ന് ത്രിശക്തി സങ്കല്പമുണ്ട്, സ്ത്രീകളുണ്ട്. ശരിക്ക് സെമറ്റിക് മതങ്ങള് പുരുഷ മേധാവിത്വത്തെ എത്രത്തോളം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് അവരാണ് ഭാരതീയര്
മനുസ്മൃതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നത് ഒരു വേശ്യ ചാരിത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ് എന്ന 4 തല. ആ തല ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല. തല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്, അക്ഷം, ആക്സസ്. അതിനോട് ചേർന്നാണ് നോളജ് എന്ന സരസ്വതി. സരസ്വതി സ്ത്രൈണഭാവാണ്, വിദ്യ സ്ത്രൈണഭാവാണ്. ഇപ്പൊ ബ്രഹ്മാവ് എന്ന പുരുഷനോടൊപ്പം സരസ്വതി എന്ന സ്ത്രീ ചേരുന്നു. അതേപോലെ ശിവസങ്കല്പം, ശിവശക്തിയായുക്തോ എന്നാണ് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ എഴുതിയത്. ശിവനോട് കൂടി ശക്തിയുണ്ട്. ശിവൻ എന്ന വാക്കില് വള്ളി, ഷായിലെ വള്ളിയാണ് പാർവതി എന്നാ പറയാ. വള്ളി ദേവി എന്ന് ചിലർ പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പക്ഷേ ശിവം അതിലെ വള്ളി മാറ്റിയാൽ ശവമായി മാറും. ശീല വള്ളി ദേവി എന്ന് പറയുന്നത് പാർവതിയാണ്. പാർവതി ഇല്ലാത്ത ശിവനില്ല. അർദ്ധനാരീശ്വര സങ്കല്പം ഹാഫാണ്. ഒരു ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും നിൽക്കുന്നു. ഭൂമിയിൽ നോർത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ച് നിൽക്കുന്നു. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒരുമിച്ചേ നിൽക്കുള്ളൂ. സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റലും ഫോഴ്സ് ഒരുമിച്ചേ നിൽക്കുള്ളൂ. സ്പിൻ ക്വാണ്ടം നമ്പർ +1 ഉണ്ടെങ്കിൽ -1 സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ടാവണം. ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് കറങ്ങിയാൽ മറ്റേ ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങണം, നിർബന്ധമാണ്. അപ്പൊ നെഗറ്റീവുകൾ ഒരുമിച്ച് ചേരുന്നതിന്റെ സങ്കല്പമാണ് ശരിക്ക് അർദ്ധനാരീശ്വര സങ്കല്പം. ബ്രഹ്മാവിന്റെ കൂട്ടത്തിൽ സ്ത്രീയുണ്ട്, ശിവന്റെ കൂട്ടത്തിൽ സ്ത്രീ ശക്തിയുണ്ട്, മഹാവിഷ്ണുവിന്റെ കൂട്ടത്തിൽ ലക്ഷ്മിയുണ്ട്. അപ്പൊ സ്ത്രീ ഇല്ലാത്ത ഭാരതീയ ഈശ്വര സങ്കല്പം ഇല്ല. നിങ്ങൾ ബൈബിളിൽ ചിന്തിക്കണം, ഓരോ അച്ഛന്മാരോടും ചോദിക്കണം, മൗലവിമാരോട് ചോദിക്കണം. ധാരാളം മുസ്ലിങ്ങള് ഞാൻ വിവരിക്കുന്നതിനെ ഉത്തരം പറയാനൊന്നും നിൽക്കാറില്ല. പൊട്ടൻ, വിഡ്ഢി, അങ്ങനെ ഒക്കെ പറഞ്ഞ് അവരവരുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ച ആ തറ ലെവല്, പിന്നെ ബോധമില്ലാത്ത മൗലവിമാര് പഠിപ്പിച്ച ആ ലെവലും അത് വെച്ചോണ്ട് കമന്റ് ചെയ്യാറുണ്ട്. കമന്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ചില തറ വാക്കുകൾ ഉപയോഗിക്കുന്ന തറകൾക്ക് തറ ലെവലിൽ ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് വിട്ടേക്കുക എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാറില്ല. അപ്പൊ ശരിക്ക് ഈ രണ്ടും ചേർന്നത് വളരെ ഗംഭീരമാണ് ഭാരതത്തില്. മാത്രമല്ല, ഏത് സങ്കല്പം എടുത്താലും പുരുഷ ചൈതന്യം കാണുന്ന സ്ഥലങ്ങളിലെല്ലാം സ്ത്രീ ചൈതന്യത്തെ കൂടി ചേർക്കാറുണ്ട്. ഗംഗാമാതാവ്, ഗോമാതാവ്, ഭൂമാതാവ്, അങ്ങനെ ഏതിലൊക്കെ നമുക്ക് സ്ത്രീ, വൃക്ഷങ്ങളൊക്കെ സ്ത്രീകളായിട്ട് കാണാം. ഈ ഒരു സിസ്റ്റം, സ്ത്രീഭാവം, ഭാരതത്തിലെ മാതൃഭാവം വളരെ ശ്രേഷ്ഠമായിട്ടാണ് കൊടുക്കാറുള്ളത്. പുരുഷഭാവവും സ്ത്രീഭാവവും ഒരുമിച്ച് ചേരുന്ന ഇത് ഭാരതത്തിന്റെ ആത്മീയതയുടെ പ്രത്യേകതയാണ്. പ്രണാമം, നമസ്കാരം.